ഹായ് മക്കളെ, നമ്മുടെ ഓൺ എക്സാം ഒക്കെ എത്തിയില്ലേ? റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ? യെസ്, ഞാൻ 8th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ തുടങ്ങാം. ഓക്കേടാ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. ഓക്കെ, അതായത് ടിഷ്യൂസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലായാലും ആനിമൽസിലായാലും സെപ്പറേറ്റ് ആണ്. സോ ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് ആനിമൽ ടിഷ്യൂസ്. ആനിമൽ ടിഷ്യൂസ് നമുക്ക് 4 തരത്തിലാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എപ്പിത്തീലിയൽ ടിഷ്യൂ അഥവാ ആവരണകല, രണ്ടാമത് നെർവസ് ടിഷ്യൂ അഥവാ നാഡീകല, മൂന്നാമത് മസ്കുലർ ടിഷ്യൂ അസ്ഥി കല, നാലാമത് കണക്റ്റീവ് ടിഷ്യൂ അഥവാ യോജക കല. ഈ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഗാർഡാണ്. നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ആളാണ് ആര്? നമ്മുടെ ഈ പറയുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് അഥവാ ആവരണകല എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? പ്രൊട്ടക്ഷന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി കുടികൊള്ളുന്ന ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കലയാണ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി. നമ്മുടെ ബോഡിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ എപ്പിത്തീലിയൽ സെൽസ്, അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ ആവരണ കലയാണ്. അതായത് എപ്പിത്തീലിയൽ ടിഷ്യൂസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നാണ്. ഈ സ്കിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ അല്ലേ നമുക്ക് തരുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അതാണ്, എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണ് ചെയ്യുന്നത്? കവർ ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി, നമ്മുടെ ശരീരത്തെ കവർ ചെയ്ത് പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ഇനി രണ്ടാമതായിട്ട് പറയുന്നത്, ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മുടെ അന്നപഥത്തിന്റെ ഉൾഭിത്തിയിൽ കാണാൻ സാധിക്കും. അതായത് ഡൈജസ്റ്ററി ട്രാക്റ്റിന്റെ ഉൾഭിത്തിയിൽ, ഇന്നർ വാളിൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ദ ഡൈജസ്റ്ററി ട്രാക്ട്. ഡൈജസ്റ്ററി ട്രാക്റ്റിന്റെ ഉൾഭിത്തിയിൽ, ഇന്നർ വാളിലും ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകല കാണാൻ സാധിക്കും. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് അതിന്റെ ജോലികളാണ്. എന്തൊക്കെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ജോലിയായിട്ട് വരുന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ബോഡി ഗാർഡ് ആണെന്ന്. അപ്പോൾ എന്താ? പ്രൊട്ടക്ഷൻ. അതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഫംഗ്ഷൻ, അതായത് സംരക്ഷണം. രണ്ടാമതായി വരുന്നത് എന്താണ്? അബ്സോർപ്ഷൻ, ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മൂന്നാമത് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻ. ചില സ്രവങ്ങളുടെ ഉൽപാദനത്തിന് വേണ്ടിയിട്ടും ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആവരണകല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ വരുന്നത്. നമ്മുടെ ബോഡി ഗാർഡാണ്. അപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താ ആലോചിക്കണം? യെസ്, ബോഡി ഗാർഡ് എന്ന് ആലോചിക്കണം. അതായത് പ്രൊട്ടക്റ്റും ചെയ്യുന്നുണ്ട്, കവറും ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എവിടെ കാണുന്നുണ്ട്? ഡൈജസ്റ്ററി ട്രാക്റ്റിൽ കാണുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻ. ദെൻ അടുത്തത് എന്താണ്? ഇത് നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറച്ച് പിക്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ പല ടൈപ്പുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ പല ടൈപ്പുള്ള ആവരണകല കാണാൻ പറ്റും. അതിൻ്റെ ഇമേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നെർവസ് ടിഷ്യൂസിനെ കുറിച്ചാണ്. അടുത്ത ആനിമൽ ടിഷ്യൂ ആണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാഡീകല എന്ന് പറയും. അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ആരാണ്? ഈ കക്ഷിയാണ്. ഈ നെർവസ് സെൽസ് അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ ആണ് നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോളും കോർഡിനേറ്റും ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലെ കാര്യസ്ഥൻ അല്ലെങ്കിൽ മാനേജർ എന്നാണ് പുള്ളിക്കാരനെ പറയുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണ്? ബോഡി ഗാർഡ് ആണെങ്കിൽ നമ്മുടെ നെർവസ് ടിഷ്യൂ എന്താണ്? മാനേജറാണ്, കാര്യസ്ഥനാണ്. എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു കാരണവരാണ് ആര്? നമ്മുടെ നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് അനേബിൾ ടു റെസ്പോണ്ട്, ഐഡന്റിഫൈ ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന് അകത്ത് നടക്കുന്നതായിക്കോട്ടെ പുറത്ത് നടക്കുന്നതായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട്, കറക്റ്റായി തിരിച്ചറിഞ്ഞിട്ട് കറക്റ്റ് റെസ്പോണ്ട്, അതായത് കറക്റ്റ് പ്രതികരണം കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നാഡീകല എന്താണ്? കാര്യസ്ഥനാണ്. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് എന്താണ്? ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ആരാണ്? നമ്മുടെ നെർവസ് ടിഷ്യൂ ആണ്. പിന്നെ എന്താണ്? എനേബിൾ ടു റെസ്പോണ്ട്, ഐഡന്റിഫൈ ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. ശരീരത്തിന് അകത്ത് കിടക്കുന്നതാകട്ടെ പുറത്ത് കിടക്കുന്നതായിക്കോട്ടെ എല്ലാ കാര്യങ്ങളെയും കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് കറക്റ്റ് റെസ്പോൺസ് കൊടുക്കുക. അതായത് നമ്മുടെ കൈ ജസ്റ്റ് പൊള്ളിക്കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ കൈ വലിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ കാലിൻ്റെ അടി മുള്ളു കയറി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ കാല് മുകളിലേക്ക് പൊന്തിക്കുന്നുണ്ട്. അതെന്താണ്? ആരാണ് ചെയ്യുന്നത്? യെസ്, നെർവസ് ടിഷ്യൂസ് അല്ലെങ്കിൽ നാഡീകലകളാണ് അത് ചെയ്യുന്നത്. അതുപോലെ ശരീരത്തിനകത്തും ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് റെസ്പോൺസ്, കറക്റ്റ് പ്രതികരണം കൊടുക്കലാണ് നമ്മുടെ കാര്യസ്ഥനായ നെർവസ് ടിഷ്യൂ ചെയ്യുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ഇമേജ് കാണാം കേട്ടോ.
കണ്ടോ, ഇതാണ് നെർവസ് ടിഷ്യൂവിൻ്റെ ഇമേജ് ആയിട്ട് വരുന്നത്, നാഡീകലയുടെ ഇമേജ് ആണ്. അപ്പോൾ ഈ ഇമേജ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. യെസ്, ഇതൊരു നെർവസ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ നാഡീകലയാണ്, അല്ലെങ്കിൽ നെർവസ് സെല്ലാണ്, അല്ലെങ്കിൽ നാഡീകോശമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മുടെ ടിഷ്യൂ എന്ന് പറയുന്നത് മസ്കുലർ ടിഷ്യൂ അഥവാ പേശികല എന്നതാണ്. അതായത് അസ്ഥിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് എന്ത്, ഈ പറയുന്ന മസ്കുലർ ടിഷ്യൂ അഥവാ പേശികല. അതിൽ ഫസ്റ്റ് അവർ പറയുന്ന പോയിന്റ്, കൺസിസ്റ്റ് ഓഫ് സെൽ ദാറ്റ് ക്യാൻ കൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. അതായത് ഈ മസ്കുലർ ടിഷ്യൂവിൽ വരുന്ന സെൽസിനെ കൺട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ റീഗെയിൻ ഒറിജിനൽ സ്റ്റേറ്റ്, പഴയ സ്ഥിതിയിലേക്ക് പോകാനുമുള്ള കഴിവുണ്ട്. അതായത് മസ്കുലർ ടിഷ്യൂവിലെ കോശങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുണ്ട്. അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എനേബിൾ ദ മൂവ്മെന്റ് ഓഫ് ബോഡി. അതായത് ഞാൻ എൻ്റെ കൈയൊക്കെ അണക്കുന്നില്ലേ, അത് ആരാണ് സഹായിക്കുന്നത്? യെസ്, മസ്കുലർ ടിഷ്യൂ അഥവാ പേശി കലയാണ് സഹായിക്കുന്നത്. അതായത് ശരീരചലനം സാധ്യമാക്കാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ മസ്കുലർ ടിഷ്യൂ അഥവാ എന്ത്, പേശി കലയാണ്. ക്ലിക്കായില്ലേ? നമ്മുടെ മസിൽ അളിയനാണ് ആര്? മസ്കുലർ ടിഷ്യൂ. യെസ്, അപ്പോൾ നമുക്കൊരു ഇമേജ് കാണാം കേട്ടോ. കണ്ട, നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വിചാരിക്കണം? മസ്കുലർ ടിഷ്യൂ ആണെന്നുള്ളത് മനസ്സിലാക്കണം. യെസ്, അപ്പം നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ അഥവാ യോജക കല എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ അതിൻ്റെ ആൻസർ വരുന്നുണ്ട്. എന്താണ്? കണക്ട് ചെയ്യുക, മറ്റ് ടിഷ്യൂസിനെ കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ആരുടെ ജോലി? ഈ കണക്റ്റീവ് ടിഷ്യൂ അഥവാ യോജക കലയുടെ ജോലിയായിട്ട് വരുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. എയ്തർ കണക്ട് ഡിഫറെൻറ്റ് ടിഷ്യൂസ് ഓർ ആക്ട് എസ് സപ്പോർട്ട് ടു ദം. അതായത് മറ്റ് കലകളെ അല്ലെങ്കിൽ മറ്റു ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു ടിഷ്യൂസിനെ താങ്ങായിട്ട് വർത്തിക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമതായി പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ എക്സാമ്പിൾ എന്താണ്? ബോണാണ്, അസ്ഥിയാണ്. രണ്ടാമത്തേതായിട്ട് പറയുന്നത് കാർട്ടിലേജ് ആണ്, അതായത് തരുണാസ്ഥിയാണ്. മൂന്നാമതായിട്ട് വരുന്ന ഫൈബറസ് ടിഷ്യൂ ആണ്, നാരുകലയാണ്. നാലാമതായി വരുന്നത് ബ്ലഡ് അഥവാ രക്തമാണ്. ഈ 4 എക്സാമ്പിളാണ് കണക്റ്റീവ് ടിഷ്യൂവിൽ ഉള്ളത്. ഇതപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. 4 എണ്ണത്തിൻ്റെ എക്സാമ്പിളിൻ്റെ പേര് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ബാക്കി എല്ലാ ടിഷ്യൂസിനും 2 പോയിന്റ് വെച്ചിട്ടുള്ളൂ. പക്ഷേ ഈ യോജക കല അഥവാ കണക്റ്റീവ് ടിഷ്യൂവിന് കുറച്ചധികം ഉണ്ട്, പക്ഷേ സിമ്പിളാണ്, പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇതിനകത്ത് ബോണും കാർട്ടിലേജസും അസ്ഥിയും തരുണാസ്ഥിയും നമുക്ക് എന്തൊക്കെയാണ് ചെയ്തു തരുന്നത്? പ്രൊവൈഡ് സപ്പോർട്ട്, അതായത് നമുക്കൊരു സപ്പോർട്ട് തരുന്നുണ്ട്, അതുപോലെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. നമ്മുടെ ബോഡിക്ക് ഒരു ആകൃതി കൊടുക്കുന്നത് ആരാണ്? ഈ ബോണും കാർട്ടിലേജും കൂടിയാണ്. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. ഈ 4 എക്സാമ്പിൾ പറഞ്ഞാൽ ബോണും കാർട്ടിലേജും എന്താണ്? ഫ്രണ്ട്സ് ആണ്. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ് ടു ദ ബോഡി. നമ്മുടെ ബോഡിക്ക് ഒരു ആകൃതി കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന ബോണും കാർട്ടിലേജും ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫൈബറസ് ടിഷ്യൂ അഥവാ നാരുകല എന്ന് പറയുന്നത് എന്താണ്? അത് മറ്റ് കലകളെ അല്ലെങ്കിൽ മറ്റു ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഇനി ലാസ്റ്റ് വരുന്ന ബ്ലഡ് ആണ് അഥവാ രക്തമാണ്. രക്തം എന്ത് ചെയ്യുന്നുണ്ട്? പദാർത്ഥ സംവഹനത്തിന്, മെറ്റീരിയൽസിന്റെ കണ്ടക്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒപ്പം രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ബ്ലഡ് അഥവാ രക്തമാണ്. പദാർത്ഥ സംവഹനത്തിന് എന്ന് ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്, ആ ഓക്സിജനെ എല്ലാ ടിഷ്യൂസിലേക്കും എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ബ്ലഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രീഷനെ ശരീരത്തിൻ്റെ എല്ലാ കലകളിലേക്കും അല്ലെ എല്ലാ കോശങ്ങളിലേക്കും എല്ലാ സെൽസിലേക്കും എത്തിക്കുന്നത് ആരാണ്? യെസ്, നമ്മുടെ ബ്ലഡ് ആണ്. അത് ട്രാൻസ്പോർട്ടേഷൻ ആണ് പുള്ളിക്കാരൻ്റെ ജോലിയായിട്ട് വരുന്നത്. അത് മാത്രമല്ല, പുള്ളിക്കാരൻ എന്താണ്? രോഗപ്രതിരോധ ശേഷിക്ക്, ബോഡി റെസിസ്റ്റൻറ്റ് ടു ഡിസീസസ്, അതായത് നമ്മുടെ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് തടയുന്നതിന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ബ്ലഡ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മലയാളം നോക്കാം. യെസ്, യോജക കല എന്ന് പറഞ്ഞാൽ കണക്റ്റീവ് ടിഷ്യൂ ആണ്. മറ്റു കലകളെ പരസ്പരം ബന്ധിക്കുകയും അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയും ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് വരുന്നത് എന്താണ്? ഉദാഹരണമായി അസ്ഥി വരുന്നുണ്ട്, തരുണാസ്ഥി വരുന്നുണ്ട്, നാരുകല വരുന്നുണ്ട്, രക്തം വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അസ്ഥിയും തരുണാസ്ഥിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? രണ്ടുപേരും ഒരുമിച്ച് ശരീരത്തിന് താങ്ങും സംരക്ഷണവും അതുപോലെ ആകൃതിയും നൽകുന്നു. പിന്നെ നാരുകല എന്ത് ചെയ്യുന്നു? ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. രക്തം എന്താണ്? പദാർത്ഥ സംവഹനം, അതുപോലെ രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് കണക്റ്റീവ് ടിഷ്യൂവിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. ആനിമൽ ടിഷ്യൂസ് 4 തരത്തിലാണുള്ളതെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ അതായത് ആവരണ കല. രണ്ടാമത് എന്താ പറഞ്ഞത്? നാഡീകല അഥവാ നെർവസ് ടിഷ്യൂ. മൂന്നാമത് പറഞ്ഞത് എന്താണ്? മസ്കുലർ
ടിഷ്യൂ അഥവാ പേശികല. നാലാമത് കണക്റ്റീവ് ടിഷ്യൂ അഥവാ യോജകകല. ഇതെന്തായാലും ചോദിക്കാറുണ്ട്. എൻ്റെ മക്കൾ നന്നായി പഠിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ.